ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സാന്ത്വനം 2ന്റെ അടുത്ത ആഴ്ചയിൽ വരുന്ന 1-2 ദിവസത്തെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ പാണ്ഡ്യൻ 2ന്റെ ഏകദേശം ഒരു 90% നമ്മുടെ ഈ മലയാളം പരമ്പരയുടെ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ മീനു മിത്രയും കൂടെ സംസാരിക്കുന്നുണ്ട്. കാര്യം ആര്യൻ ആകെ അങ്ങ് ഡൗൺ ആയി പോവാണ്. കാരണം പിറ്റേ ദിവസം തന്നെ അഡ്വാൻസ് കൊടുക്കാന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് വെച്ചതാണല്ലോ. പക്ഷെ മിത്രയുടെ പരിപാടികളെല്ലാം അതോടുകൂടി ഇതായി പോവാണ്. മീനുവിന്റെ സങ്കടം, മീനും കൂടെ ഇതിൽ പെട്ടിട്ട് അവൻ മീനു ഞാൻ തരുന്ന പൈസയിൽ നിന്ന്, അതായത് എന്റെ PF-ന്റെ പൈസയാണ് ഞാൻ കൊടുക്കുന്നത്, അത് കണക്കാക്കിയല്ലേ അവനും ഇരുന്നത്. അതുകൊണ്ട് മീനുവിനും ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതേ അവസരത്തിൽ തന്നെ നമ്മുടെ മീനുവിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആര്യന്റെ കൂടെ മീനാക്ഷി ബൈക്കിൽ ഓഫീസിൽ പോവായിരുന്നു. ആ പോകുന്ന വഴിക്ക് നമ്മുടെ അലോകിനെ ഒന്ന് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ആ ഒരു വരാൻ പോകുന്ന എപ്പിസോഡിന്റെ ഒരു ഇതായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അലോകിനെ കാണുന്നുണ്ട്. കൂടെ ഒരു പെൺകുട്ടിയും കൂടെ ഒരു ആൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അലോകിന്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. അപ്പം അവനെ കണ്ടതും നമ്മുടെ ആര്യൻ പതുക്കെ ബൈക്ക് ഒതുക്കി നിർത്തിയിട്ട് മീനാക്ഷിയും ആര്യനും കൂടെ അവനെ ശ്രദ്ധിക്കുകയായിരുന്നു. പക്ഷെ അവൻ തിരിഞ്ഞ സമയത്ത് എപ്പോഴും നമ്മുടെ ആര്യനെയും മീനാക്ഷിയെയും കാണുകയാണ്. അപ്പൊ തന്നെ അലോക് മനസ്സിലൊരു പ്ലാൻ അങ്ങ് കൂട്ടുകയാണ്. കാര്യം വേറൊന്നുമല്ല, എവർക്കിട്ടൊരു 8ന്റെ പണി കൊടുക്കണം. അങ്ങനെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ കൊള്ളൂലല്ലോ. കുറച്ച് മനസ്സിൽ ടെൻഷനൊക്കെ അങ്ങോട്ട് വരട്ടെ. അങ്ങനെ എന്ത് ചെയ്യും, അവരുടെ അടുത്ത്, ആ കൂട്ടുകാരുടെ അടുത്ത് അലോക് പറയും, അതെ എന്റെ വൈഫിന്റെ ഏട്ടനും ഏട്ടത്തി അമ്മയാണ് ആ നിൽക്കുന്നത്, അവരെ ഒന്ന് ടെൻഷൻ അടുപ്പിക്കുന്നു, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് പറയാം. അപ്പൊ ആ പെൺകുട്ടി ചോദിക്കും, എന്തുവാടാ വേണ്ടത്? അപ്പൊ അതെ, നീ കുറച്ചു നേരത്തേക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടൊന്ന് അഭിനയിക്കണം. പിന്നെ ഗേൾ ഫ്രണ്ട്, പണ്ട് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ നിന്റെ അടുത്ത് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞ്, എനിക്ക് ജോലിയൊക്കെ കിട്ടട്ടെ, എന്നിട്ട് ഇപ്പൊ നീ നിന്റെ മുറപ്പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കില്ലേ? ഓ, അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അടി, അതൊക്കെ ഞാൻ പിന്നെ പറയാം, നീ ഇപ്പൊ ടൈം കളയാണ്ട് ഇതിലേക്ക് നിൽക്കുക. അങ്ങനെ അവൾ പറഞ്ഞു, എന്നാ ഓക്കെ ഓക്കെ. അങ്ങനെ ആ പയ്യൻ പറയാം, എന്നാ നിങ്ങൾ അഭിനയം നടക്കട്ടെ, ഞാൻ അപ്പുറത്തോട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇവരുടെ അലോകിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അലോകും ആ പെണ്ണും കൂടെ ഒരു ലവേഴ്സ് തമ്മിൽ സംസാരിക്കും കണക്ക് കഴുത്തി തോളത്തെ കൈയൊക്കെ ഇട്ട് സംസാരിക്കണം. അപ്പൊ ഇതൊക്കെ ആര്യനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ആര്യം മീനാക്ഷിയുടെ അടുത്ത് പറയാം, ഏട്ടത്തി അവളുടെ സംസാരം കണ്ടിട്ട് അത്ര നല്ല രീതിക്കുള്ള സംസാരമൊന്നും അല്ലല്ലോ, ഇച്ചിരി വശപശകായിട്ടുള്ള സംസാരമാണല്ലോ. അപ്പൊ മീനാക്ഷി പറഞ്ഞു, ശരിയാടാ ആര്യ, അത്ര നല്ല ഒരു റിലേഷൻ അല്ല അത് കണ്ടിട്ട്. അങ്ങനെ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അലോക് ആ പെണ്ണിനെ വിളിച്ചിട്ട് പറയും, എടി ഞാനിപ്പോ ബൈക്ക് കൊടുത്തിട്ട് അവരെ മുമ്പിൽ കൂടെ നിന്നെയും കയറ്റി പോകും, അവരടുത്ത് എത്തുമ്പോഴേക്കും നീ എന്നെ കെട്ടി അങ്ങ് പിടിക്കണം. അതൊക്കെ വേണോടാ, ഒന്ന് പിടിക്കടി, ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ആര്യനും നമ്മുടെ മീനാക്ഷി മാറി നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ അലോക് ബൈക്ക് എടുത്തോണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ പോയി നേരെ ഒരു ഐസ്ക്രീം പാർലറിൽ പോവാണ്. ഇതൊക്കെ കണ്ടിട്ട് ആര്യൻ അങ്ങോട്ട് ദേഷ്യം വരെയാണ് കേട്ടോ. അങ്ങനെ ആ ദേഷ്യം വന്നിട്ട് അവര് നേരെ ബൈക്കിൽ കയറി വീണ്ടും അലോക് പോയെടുത്ത് പോയി അവിടെ ചെന്ന് ഇവരുടെ സംസാരമൊക്കെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടി പോയി കഴിയുമ്പോഴത്തേക്ക് ആര്യൻ നേരെ അലോകിന്റെ അടുത്ത് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയാണ്, നീ എന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിട്ട് കണ്ടവളുമാരുമായിട്ട് നിരങ്ങി നടക്കേടല്ലേടാ, നീ വെറുതെ നിന്നെ ഞാൻ വിടില്ലടാന്ന് പറഞ്ഞിട്ട് വരട്ടേണ്. എടാ, എവള് മാത്രമല്ല, ഇനി എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും, നീ എന്ത് ചെയ്യൂടാ എന്ന് ചോദിച്ചു. നിന്നെ പെങ്ങളെ കെട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ ബാച്ചിലറോ? അതെ, ഞാൻ കല്യാണം കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എന്റെ ഗേൾ ഫ്രണ്ട്സിനൊന്നും ഞാൻ കളയാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യനെ ഒന്ന് വെല്ലുവിളിക്കാൻ കേട്ടോ. അപ്പം അലോകിന് മതിയായി. കാരണം എന്ന് വെച്ചാൽ ഇത്രേ അലോക് പ്രതീക്ഷിച്ചുള്ളൂ. അവൻ ആര്യനും ദേവമംഗലക്കാർക്കും ടെൻഷൻ വരാനുള്ള ഒരു തുറുപ്പുചീട്ട് അങ്ങ് ഇട്ട് കൊടുത്തു, അതാണ് ഉദ്ദേശം. പക്ഷെ ഇതിനെ തുടർന്ന് ചെന്ന് നേരെ മീനാക്ഷിയും ആര്യനും ഒക്കെ ചെന്ന് ബാലന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിനെ തുടർന്ന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ അനു സത്യങ്ങളൊക്കെ പറയാനായിട്ടും വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി വരുന്ന ആഴ്ചയിലെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഈ ഇങ്ങനെ കൂട്ടുകാരനെ അല്ല സോറി, നമ്മുടെ അലോകിന്റെ ഫ്രണ്ട് വഴി ഇങ്ങനൊരു ഇത് ആര്യന്റെ മുമ്പിൽ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുത്തതാണ് കേട്ടോ അലോക്. അപ്പൊ അതുവഴി അലോകിന് ഇനി നേരിടേണ്ടി വരുന്ന നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി വരും അടുത്ത ആഴ്ചയിലായിട്ടൊക്കെ ആയിട്ട് ഇനി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനും ഇത്രയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വർണം പണയം വെച്ചതും അതുവഴി തന്റെ അച്ഛന്റെ അമ്മയുടെയും ആര്യന്റെ ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ മാറിയെന്ന് മീനു പറഞ്ഞു മിത്രേനെ മനസ്സിലാക്കിയാണ്. ആ സമയത്താണ് നമ്മുടെ ദേവി കയറി വരുന്നത്. അപ്പൊ ദേവി കയറി വന്നു കഴിയുമ്പം, എന്താണ് രണ്ടുപേരും കൂടെ, എന്നെ ഒന്നും കൂട്ടാക്കാണ്ടാണോ സംസാരം?
കൊള്ളാം. ദേവിയേട്ടത്തി ഇല്ലാണ്ടോ? ദേവിയേട്ടത്തിയും കൂട്ടി തന്നെ സംസാരം. ഞങ്ങളെ ആര്യന്റെ കാര്യം പറയായിരുന്നു ദേവിയേട്ടത്തിയത്. മീനാക്ഷി പറഞ്ഞു. അപ്പൊ മിത്ര പറഞ്ഞു, ഇപ്പൊ ഒന്നും വലിയ രീതിയിലുള്ള ഒരു സന്തോഷമൊന്നും ആര്യനില്ല ദേവിയേട്ടത്തി. എന്താന്നറിയില്ല, അവന്റെ മനസ്സിന് ആകെ ഒരു വിഷമായിപ്പോയി. കാരണം ഞാൻ എന്റെ മനസ്സിൽ വേറെ ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. അവനൊരു ട്രാവൽ ഏജൻസി തുടങ്ങണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇത്രയും പ്രശ്നങ്ങൾ അതിന്റെ പിന്നിൽ വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ദേവിയേട്ടത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ദേവി പറഞ്ഞു, സാരമില്ല മോളെ, നീ അതോർത്ത് സങ്കടപ്പെടേണ്ട. കാര്യം നിന്റെ മനസ്സിൽ നന്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ നല്ലതിന് വേണ്ടി നീ ചെയ്തു, അത്രയേ ഉള്ളൂ. അതിൽ വേറൊന്നും നീ നോക്കണ്ടെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ദേവി മിത്രേനെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ ദേവി അവിടെ ഇരുന്നുകൊണ്ട് ഒരു പത്രം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിലൊരു ഏതോ ഒരു കമ്പനിയുടെ ഒരു ഇതില് സ്പോൺസർഷിപ്പിൽ ഒരു ഡാൻസ് പ്രോഗ്രാം വെക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് 10 lakhs ആണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മിത്ര നല്ലൊരു ഡാൻസറും കൂടെയാണ്. അപ്പോഴേക്കും ദേവി പറഞ്ഞു, ദേ ഈ ഒരു പരസ്യം നീ കണ്ടായിരുന്നോടി മിത്രേ? അപ്പൊ മിത്ര ചോദിക്കും, എന്താ ദേവി ഏട്ടത്തി? അതെ, ദേ ഇവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. അവിടെ ജയിക്കുന്ന ഫസ്റ്റ് പ്രൈസ് വാങ്ങുന്ന ആൾക്ക് 10 lakhs ആണ് അവിടുത്തെ പ്രൈസ് എന്ന് പറഞ്ഞു, ഫസ്റ്റ് പ്രൈസ്. അത് കേട്ടപ്പോ മിത്രയുടെ മനസ്സിൽ 10 ലക്ഷം രൂപയോ? അപ്പൊ ദേവി പറഞ്ഞു, അതെ, ഞാൻ ആ ഡാൻസ് പ്രോഗ്രാമിന് പോവാ. അപ്പൊ മീനു ചോദിക്കും, നിനക്ക് എന്താ പറ്റിയേ? ഇതെന്താന്നാ ഏതാന്ന് അറിഞ്ഞിട്ടാണോ നീ പറയണത്? അതൊക്കെ ശരിയായിക്കോളൂ, ഞാൻ എന്തായാലും പോവാ. അങ്ങനെ പോയി എനിക്ക് എങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ എന്റെ ആര്യന് ആ 10 ലക്ഷം രൂപ എനിക്ക് കൊടുക്കാം. ആരോടും ചോദിക്കണ്ട, എന്റെ സ്വന്തം പൈസയല്ലേ, എന്റെ ആര്യന് വേണ്ടി ചെലവാക്കുകയും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും മീനും ദേവിയും കൂടെ പറഞ്ഞു, എടി മിത്ര, നീ പറയണത് മനസ്സിലാക്കി, ഇത് എവിടെയാണ്, എന്താണ്, ആരാണ് ഇത് നടത്തുന്നത് ഒന്നും അറിയില്ല. അപ്പം മിത്ര പറഞ്ഞു, അതൊക്കെ ഞാൻ തിരക്കി എടുത്തോളാം, അത് ഞാൻ പോയി ശരിയാക്കി എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മിത്ര അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഡാൻസ് എവിടെ വെച്ചാണ്, ആരാണ് ഇതിന്റെ കോർഡിനേറ്റർ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തിരക്കാണ്. അവസാനം മിത്ര അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവിടെ ചെല്ലുമ്പോ മിത്രയ്ക്ക് മനസ്സിലാവുകയാണ് ഇത് അത്ര നല്ലൊരു ഇതല്ല ഈ പ്രോഗ്രാം. ഇതുവഴി ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ മിത്രയ്ക്ക് നേരിടേണ്ടി വരികയാണ്. കാര്യം അവരൊക്കെ ആ ഒരു ലെവലിൽപ്പെട്ട ആൾക്കാരാണ്. ആ സ്ത്രീകളോടൊന്നും അത്ര നല്ല ഒരു രീതിയല്ല. മിത്രയ്ക്ക് മതിയായി. മിത്ര വേറെ ഒന്നും നോക്കിയില്ല. മിത്ര അപ്പൊ തന്നെ അവിടെ നിന്ന് വരെയാണ്. അങ്ങനെ മിത്ര ഒരു ചെറിയ ചതിക്കണിയിൽ പെടും. പക്ഷെ അവിടെ നമ്മുടെ ആര്യൻ കൃത്യസമയത്ത് എത്തി മിത്ര രക്ഷിക്കാൻ കേട്ടോ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ ബാലൻ മിത്രേനെ വഴക്ക് പറയാണ്. കാരണം ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ പോണത്? അപ്പൊ മിത്ര കരഞ്ഞുകൊണ്ട് പറയും, അത് വേറൊന്നും കൊണ്ടല്ല ബാലച്ച, ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയാണെങ്കിൽ എന്റെ ആര്യന് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങാന്ന് കരുതിയിട്ടാന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് മിത്ര കരയാണ്. ബാലന് പിന്നെ ഒത്തിരി ഒന്നും വഴക്ക് പറയാൻ മിത്രയെ പറ്റിയില്ല. കാരണം അവളുടെ മനസ്സിൽ നന്മ മാത്രമേ ആ കുട്ടിയുടെ ഉള്ളൂ. അത് ബാലൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാലൻ എന്ത് ചെയ്യുന്ന വെച്ചാല് നേരെ ഗോമതിയായിട്ട് റൂമിൽ ഇരുന്ന് ആലോചിക്കാണ്. ഈ സ്വർണം പണയം വെക്കാൻ പോയതും ഈ ഡാൻസ് പ്രോഗ്രാമിൽ പോയി തലയിട്ട് അതിൽ ചെന്ന ചതിക്കുടി വീഴാൻ പോയതെല്ലാം ആര്യനൊരു ട്രാവൽ ഏജൻസി തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഗോമതി, എനിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യം ആലോചിക്കണം, നിന്റെ അഭിപ്രായം എന്താന്ന് പറയുന്നത്. അപ്പൊ ഗോമതി ചോദിക്കും, എന്താ ബാലേട്ടാ? അപ്പൊ പറയും, നമ്മൾ ആ ഒരു സ്ഥലം മേടിച്ചത് അവിടെ വെറുതെ കിടക്കല്ലേ, ഇപ്പൊ അതവിടെ കിടന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ആ സ്ഥലം അങ്ങ് വിറ്റ നമ്മുടെ ആര്യന് ഒരു ട്രാവൽ ഏജൻസി തുടങ്ങുകയും ചെയ്യാം. കുറച്ച് പൈസ ബാക്കി നമ്മുടെ മക്കൾക്കും കൂടെ വീതിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ആര്യന്റെ കാര്യം നടക്കുമല്ലോ. അപ്പം കടവും ഒന്നും വാങ്ങുകയും വേണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഗോമതി പറയും, അതൊരു നല്ല കാര്യം തന്നെ ബാലേട്ട, നമ്മുടെ മക്കളുടെ അവസ്ഥയും കാര്യങ്ങളും അറിഞ്ഞു ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ. അതുകൊണ്ട് ബാലേട്ടൻ ആ എടുത്ത തീരുമാനം എന്തുകൊണ്ട് നല്ലതാന്ന് ഗോമതിയും പറയും. അങ്ങനെ നമ്മുടെ ബാലൻ സ്ഥലം വിൽക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് അതിന്റെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ആകാശും ആനന്ദും ആര്യനുമായിട്ടൊന്നും അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തില്ല. കാരണം അവര് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്. ഈ സമയം നമ്മുടെ അനന്തനും നന്ദിനിയും ഒക്കെ ആര്യനെ കുറിച്ച് സംസാരിക്കണം. കാരണം ഇത്രയും നാൾ ഒരു കള്ളൻ എന്ന പേരോ അല്ലെങ്കിൽ തന്റെ മോളെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബത്തിന് ചീത്ത പേര് വരുത്തിയവനാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കൊണ്ടിരുന്ന ആ ആര്യൻ തന്റെ മോളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്രയേറെ ത്യാഗങ്ങൾ സഹിച്ചു എന്ന് ഓർക്കുമ്പോ നന്ദിനിക്കും അനന്തനും ഭയങ്കര ഒരു കുറ്റബോധം തോന്നുന്നു. കാരണം ഇത്രയും നല്ലൊരു പയ്യനെയാണല്ലോ എന്റെ മോക്ക് കിട്ടിയത് എന്നുള്ളതൊക്കെ ഓർത്തിട്ട് അവർക്ക് അഭിമാനം തോന്നുകയാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും ആര്യനെ ഒന്ന് സഹായിക്കണം. അത് മാത്രമായിരുന്നു അനന്തന്റെ നന്ദിനിയുടെ മനസ്സിലെ ഒരു ഇത്.
അങ്ങനെ അനന്തനും നന്ദിനിയും കൂടെ തീരുമാനിക്കുന്നുണ്ട് ഒരു ദിവസം അവരെ ഇങ്ങോട്ട് വിളിക്കണം. അവരുടെയും കൂടെ വീടല്ലേ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി പറ അത് വേണം അനന്തേട്ടാ. അപ്പൊ അനന്തം പറയും ഞാൻ എന്തായാലും അച്യുതനുമായിട്ട് ആലോചിക്കട്ടെ, കാര്യം എന്റെ അനുജനാണ് അവൻ, അവനുമായിട്ട് ആലോചിച്ചേ ഞാൻ എന്ത് കാര്യവും ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോ നന്ദിനി പറയും ഓ അച്യുതന്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ അച്യുതൻ ഇനി എതിരല്ലാണ്ട് ഒന്നും പറയത്തില്ല എന്ന് പറയാം. എന്നിട്ട് പിന്നെ അനന്തം പറയും നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു 10-20 ലക്ഷം രൂപ അവന് ട്രാവൽ ഏജൻസി തുടങ്ങാൻ വേണ്ടി കൊടുക്കാം, നമുക്കത് ആദ്യം മിത്രയായിട്ടൊന്ന് സംസാരിക്കാം. അങ്ങനെ റോഡിൽ വെച്ച് നമ്മുടെ അനന്തൻ മിത്രയായിട്ട് സംസാരിക്കുകയാണ്. അപ്പം പറയുമ്പോൾ ഒരു 10-20 ലക്ഷം രൂപ അച്ഛൻ തരാം. അപ്പൊ ആര്യൻ അങ്ങനെ വാങ്ങില്ല അച്ഛാ, അവന് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ബാങ്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും, കാരണം അത് അടച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് ഈ പൈസ അവൻ വാങ്ങാൻ ചാൻസ് ഇല്ല എന്നിങ്ങനെ മിത്ര പറഞ്ഞു. അപ്പം അനന്തം പറഞ്ഞു എന്നാൽ കടമായിട്ട് ആണെങ്കിൽ മേടിച്ചോ, ട്രാവൽ ഏജൻസി ഒക്കെ തുടങ്ങി കുറേശ്ശായിട്ട് അച്ഛന് തിരിച്ചു തന്നാൽ മതി, നീ അവനോട് പറഞ്ഞ് സമ്മതിക്കും മോളെ എന്നിങ്ങനെ പറയണ്. കാര്യം ഇത്രയ്ക്കും നല്ലൊരു മനസാക്ഷിയുള്ള ഒരു പയ്യനാണ് ആര്യൻ എന്ന് കരുതിയില്ല, കാരണം നല്ലൊരു സ്വഭാവം ഉള്ള ഒരു പയ്യൻ തന്നെയാണ് ആര്യൻ. അപ്പം മിത്രയ്ക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട്, തന്റെ ഭർത്താവായ ആര്യനെ കുറിച്ചാണ് തന്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്. അത് മാത്രമല്ല അച്ഛന്റെ ആ മനസ്സ്, തങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞൊരു മനസ്സുണ്ടല്ലോ, അതും മിത്രയ്ക്ക് വലിയ സന്തോഷമാവേണം കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ആര്യന്റെ അടുത്ത് പോയിട്ട് മിത്ര ഈ കാര്യങ്ങളൊക്കെ പറയണ്. അപ്പം ആര്യൻ ആദ്യം കേട്ടപ്പോ എന്തായാലും തന്റെ അച്ഛന്റെ അമ്മയുടെ പിണക്കവും ഇതൊക്കെ മാറി കിട്ടിയല്ലോ, എന്തായാലും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷെ ഒരിക്കലും അച്ഛന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങില്ല, അത് തീർത്ത് തന്നെ നീ പറയണം, കാര്യം വേറൊന്നും കൊണ്ടല്ല, കാര്യം അങ്ങനെ വാങ്ങിയ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല മിത്ര. അപ്പൊ മിത്ര പറയും ആര്യ അതിനൊരു കുറ്റബോധവും വേണ്ട, കാരണം ഈ പണം നമ്മുടെ സ്വന്തം പണം തന്നെയാണ്, എന്റെ അച്ഛൻ തരുന്നതല്ലേ, അതിനെ വേറൊരു രീതിയിൽ നീ കാണാൻ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴേക്കും പക്ഷെ ആരും പറഞ്ഞു എന്തായാലും തന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം തനിക്ക് തിരിച്ചറിയാനും ഒക്കെ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം, എന്തായാലും ആ പൈസയുടെ കേസ് ഇനി സംസാരിക്കണ്ട എന്നൊക്കെ പറയും കേട്ടോ ആര്യൻ. പക്ഷെ മിത്രയ്ക്ക് എന്നാലും ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്, എന്ത് ചെയ്യും. അപ്പൊ ഇതേ സമയം നമ്മുടെ ബാലൻ വന്നിട്ട് എല്ലാരും വിളിക്കാൻ കേട്ടോ, ആകാശിനെയും ആനന്ദിനെയും അതുപോലെ തന്നെ ആര്യനെയൊക്കെ വിളിക്കണം. അപ്പൊ നമ്മുടെ മീനാക്ഷിയും മിത്രയും ദേവി ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും വിളിച്ചിട്ട് പറയും അതെ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്, ആ സ്ഥലം ഞാൻ വിറ്റു എന്ന് പറയും. അപ്പൊ ആകാശം ആനന്ദും ആര്യനൊക്കെ ചോദിക്കും വിറ്റോ, എന്തിനാച്ചാ അത് വിറ്റത്? അപ്പൊ ചോദിക്കും അതെ നമുക്ക് കുറച്ച് പൈസയുടെ ഒക്കെ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ വിറ്റതാ, അപ്പൊ എല്ലാവർക്കും ഓരോ വീതം ഞാൻ തരുന്നുണ്ട്, ആര്യനും അവന്റെ ആ കിട്ടുന്ന വീതം കൊണ്ട് 10 ലക്ഷം രൂപയെങ്കിലും ഉണ്ട് വെച്ച് അവൻ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങട്ടെ, അതൊരു നല്ല കാര്യമല്ലേ. അപ്പൊ ഗോമതിയും പറഞ്ഞു അത് നല്ലൊരു കാര്യം തന്നെയാണ്, ഇനിയിപ്പോ ലോൺ എടുക്കാനും മറ്റു കേസുകൾക്കൊന്നും ഇറങ്ങണ്ട എന്ന രീതിയിലൊക്കെ പറയണ കേട്ടോ. ആ സമയത്ത് നമ്മുടെ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്, കാരണം ആര്യന് ട്രാവൽ ഏജൻസി തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമില്ല, ഗോമതിക്ക് അതിലേറെ സന്തോഷം. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാവാണ്, കാരണം ആ സ്ഥലം വിറ്റു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ അതുവഴി പല കേസുകളും ഒതുങ്ങി തീർന്നു കിട്ടിയല്ലോ. അങ്ങനെ ആര്യന് പക്ഷെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആ സ്ഥലം വിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നുള്ള ചിന്താഗതി. നമ്മുടെ ബാലന്റെ സെയിം ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ ആര്യനും കിട്ടിയിരിക്കുന്നത്, ഒരു മാറ്റമില്ല, അതേ സ്വഭാവം, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ കഷ്ടപ്പാടുകളും വിഷമകഥകളും കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു മനസാക്ഷിയുള്ള ഒരാളാണ് നമ്മുടെ ബാലൻ. അതേ സ്വഭാവം തന്നെയാണ് നമ്മുടെ ആര്യനും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷമൊക്കെ ആയി ആ പണമൊക്കെ വീതിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത ആഴ്ചയിൽ വരുന്നത്. അപ്പോ നമ്മുടെ പാണ്ഡ്യൻ 2ന്റെ ഏകദേശം തന്നെയാണ് വരുന്നത്, കുറച്ച് ചില മാറ്റങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇപ്പം അലോകിനെ നമ്മുടെ മീനാക്ഷിയും പിന്നെ ആര്യനും കണ്ടു എന്ന് പറഞ്ഞല്ലോ, തമിഴില് അത് അവര് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്, നമ്മുടെ മലയാളത്തിൽ വരുമ്പോ അത് ബൈക്കിലായി പോകണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മാറ്റങ്ങളെ വരുന്നുള്ളൂ. എങ്കിലും ഈ പറഞ്ഞ ഏകദേശം ബേസ് ചെയ്തിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക, സ്കിപ്പ് അടിക്കാണ്ടിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവോ? ഒരു കമന്റെങ്കിലും എനിക്ക് എന്റെ സാന്ത്വനം 2 ഇന്ന് വരണം കേട്ടോ. ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കമന്റ് ഒക്കെ ഇടുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.